ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖവും സന്തോഷമായിരിക്കുന്നു. അപ്പൊ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഒരു ടീം ഹൗളാണ്. പാക്കറ്റ് കണ്ടിട്ട് വീഡിയോ ഉണ്ട് കേട്ടോ. ഞാൻ പൊക്കാൻ പോവുകയാണ്. ഇത്രയും വലിയൊരു പാക്കറ്റാണ് ഞാൻ ടീമോന്ന് ഓർഡർ ചെയ്തത്. ബ്ലാക്ക് ഫ്രൈഡേയുടെ ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഇതറിയാം നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്കറിയാം. ബ്ലാക്ക് ഫ്രൈഡേയില് യൂഷ്വലി ഓൺലൈൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഷോപ്സ്, ഔട്ട്ലെറ്റ്സ് അതെല്ലാം അവിടെ എല്ലാം റിഡക്ഷൻ പ്രൈസസ് ഉണ്ടാവും. സോ അങ്ങനെ ബ്ലാക്ക് ഫ്രൈഡേയിൽ ഞാൻ ഓർഡർ ചെയ്ത ഒരു യമണ്ടൻ സാധനങ്ങളാണ് ഈ യമണ്ടൻ സാധനങ്ങളാണ് ഈ ഇരിക്കുന്നതില്ല. അപ്പൊ നമുക്കിത് 1 by 1 തുറന്നു നോക്കാം എന്തൊക്കെയാന്ന്. എനിക്ക് ഇതിന് എത്ര പ്രൈസ് ആയിരുന്നു എന്നൊക്കെ ഉള്ളത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. സൈഡിൽ ഞാൻ ഫോട്ടോസും അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസും എല്ലാം കൊടുക്കാം. ലെറ്റ്സ് ഗെറ്റ് ടു ദി വീഡിയോ. ബയോ. ആദ്യം തന്നെ നാട് മുറിച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം ഗൈസ്. ഉദ്ഘാടനം. ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞു. എനിക്ക് ഇതിലും ഭയങ്കര സന്തോഷം വേറൊന്നുമില്ല. ഇങ്ങനെ നമുക്കൊരു പാക്കറ്റ് വരിക, ആ പാക്കറ്റ് തുറക്കുക, അത് കാണുന്നതിന്റെ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. ഞാനില്ലേ കുറച്ച് നാളായതുള്ളൂ ഇതിന്റെ ഒരു സന്തോഷം അറിഞ്ഞു തുടങ്ങിയിട്ട്. അത്രയും നാളുവരെ ഞാൻ ചിന്തിക്കും ഇതെങ്ങനെ മേടിച്ച് ചുമ്മാ പൈസ കളയുന്നത്, എന്ത് കാതാ. അങ്ങനല്ല. സോ ആദ്യം തന്നെ ഗൈസ് ഇതുണ്ടല്ലോ കാണിച്ചു, ഞാൻ തുറന്ന് കാണിച്ചു തരാമേ. ഇതൊരു ഹാൻഡിൽ പോലത്തെ ഒരു സാധനമാണ്. സോ ബേസിക്കലി ഇത് നമുക്ക് ടോയ്ലറ്റ് പേപ്പേഴ്സ് ഒക്കെ വെക്കാനുള്ളതാണ്. പേപ്പേഴ്സ് അല്ല, ടോയ്ലറ്റ് റോള് നമുക്ക് വെക്കാനുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു ഒട്ടിക്കാൻ പറ്റും, നമുക്ക് ഇങ്ങനെ വോളിനോട് ചേർത്ത് ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലത്തെ ഇതാണ്. ഇത് കണ്ടപ്പോ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നി. അധികം വലിയ ആർഭാടമില്ല, എന്നാൽ നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഉപയോഗിക്കാനും പറ്റും. സോ ഐ ബോട്ട് ദിസ്. ഇത് അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതെന്താന്നറിയില്ലല്ലോ ഗൈസ്, നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ ഗൈസ്, പിടി. ഇതും ഒരു ബാത്റൂം ആക്സസറി ആണ്. നമ്മുടെ ബാത്റൂമില് നമ്മൾ ഈ ഷവർ ജെൽ, ഷാംപൂ അതൊക്കെ വെക്കാൻ ഉപയോഗിക്കത്തില്ലേ, പാത്രയിലാണ്. സോ ഇവിടെ ഇത് നമുക്ക് ഇറ്റ്സ് ലൈക്ക് എങ്ങനെ ഒട്ടിക്കുന്നേ. ഒട്ടിക്കാൻ വരും. ഉണ്ട്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഉണ്ട് ഗൈസ്. ഈ പ്ലാസ്റ്റിക് മീൻസ് ലൈക്ക് ഒട്ടിക്കുന്ന സ്ഥലമുണ്ട്. സോ വെൻ യു സ്ട്രിപ്പ് ഇറ്റ് ഓഫ് ലൈക്ക് നമുക്ക് ഒട്ടിക്കാം, ബോളിനോട് ചേർത്ത് ഒട്ടിക്കാം. ആൻഡ് ഇതിങ്ങനെ വരുന്നതാണ് കേട്ടോ, ഇങ്ങനത്തെ ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള. ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഇതിന്റെ ഫോട്ടോസും എടുത്ത് കാണിക്കാം. സോ ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് എന്താ പറയാ, ഷവർ ജെൽ, ഷാംപൂ, കണ്ടീഷണർ അതൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഈസി ടൈപ്പ് ഓഫ് തിങ്. പിന്നെ ഓക്കെ ഗൈസ്, എനിക്ക് ടീമൂന്ന് ഡ്രസ്സ് മേടിക്കില്ലെന്ന് 2-3 ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് നന്നായി തോന്നി. അത്യാവശ്യം നല്ല പ്രൈസ് ആയിരുന്നു. ഇറ്റ്സ് ലൈക്ക് ക്രിസ്ത്യൻ അങ്ങനത്തെ ഒരു സ്വെറ്റ് ഷർട്ട് ആണ്. ഓക്കെ കൈൻഡ് ഓഫ് പ്രൈസ്. അറിയില്ല, ഇതിന്റെ മെറ്റീരിയല് ഓക്കെയാണ്. നോട്ട് ദാറ്റ് വെരി ലൈക്ക്, can you read it? Like, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് എങ്ങനെ കാണുന്നതെന്ന് അറിയത്തില്ല. Daughter of the king. So it's like ഒരു ഹുഡി അങ്ങനത്തെ ഒരു ഇതാണ്. കുഴപ്പമില്ല ഗൈസ്, ഇതിനി ഞാൻ ഉപയോഗിച്ചിട്ട് പറയാം ഇതിന്റെ എത്രയാണ് എന്നുള്ളത്. മെറ്റീരിയൽ കൊള്ളാട്ടോ, അകത്ത് ഇങ്ങനെ വൂൾ പോലത്തെയും കുറച്ച് ഇത്തിരി ഷൈനി ടൈപ്പ് ആയിട്ടുള്ളതുമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അത് കഴിഞ്ഞു. നെക്സ്റ്റ്
ഇതും ഡ്രസ്സാണ് കേട്ടോ, ഡ്രസ്സാണെന്നാണ് എന്റെ വിശ്വാസം. യെസ്, ഇത് ഡ്രസ്സാണ് ഗൈസ്, ഡ്രസ്സാണ്. ഞാനൊരു പുള്ളോവർ മേടിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് വൈറ്റ് കൈൻഡ് ഓഫ് പുള്ളോവർ. ഇത് കൊള്ളാം ഗൈസ്, നല്ല രസം. അത്യാവശ്യം നമുക്ക് ടീമുള്ള ഡ്രസ്സൊക്കെ വിശ്വസിക്കാം കേട്ടോ, എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇത് കുഴപ്പമില്ല മീൻസ് ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് കൈൻഡ് ഓഫ് ക്ലോത്ത്. നല്ല മണം. എന്തൊക്കെയാണോ ഞാൻ മേടിച്ചു കൊണ്ടിരിക്കുന്നത്. സോ ഓക്കെ, ഇത് വന്നിട്ട് ഒരു കിച്ചൺ ഐറ്റം ആണ്. കിച്ചണിൽ നമുക്ക് സവോള, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഇടാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ്. കാരണം ഇവിടെ നമ്മള് ഫുഡ് കഴിക്കുന്ന ഡെസ്ക്ടോപ്പിലായിരിക്കും ഫുൾ സാധനങ്ങൾ നിരന്നിരിക്കുന്നത്. എനിക്കത് കാണുമ്പോഴേ അരിച്ചും തോന്നും, ലൈക്ക് ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഫീല്. അപ്പൊ ഞാനിത് മുന്നേ മേടിച്ചു. ഇതൊന്നും അധികം പ്രൈസ് ഇല്ല ഗൈസ്, ഞാൻ ഇതിന്റെ പ്രൈസ് ഒക്കെ ഞാനിവിടെ ഫോട്ടോയിൽ കൊടുക്കുന്നതായിരിക്കും. സോ ടു ചെക്ക് ഇറ്റ് ഔട്ട്. ഗുഡ്. ഇതും എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് കാണിച്ച മറ്റേ ഷവർ ജെല്ലൊക്കെ വെക്കുന്ന സാധനം തോന്നുന്നു. കണ്ടിട്ട് സെയിം പാക്കിംഗ് പോലത്തെ ഉണ്ട്. യെസ്, അതെ ഗൈസ്, അതെ. ഇതും അങ്ങനെ തന്നെയാണ്. ഞാൻ 2 ഓർഡർ ചെയ്തത്. ഞാൻ ചിന്തിക്കുന്നു 2 ഓർഡർ ചെയ്തു, ഒന്നുമില്ലല്ലോ 2 എന്ന്. ഇറ്റ്സ് ലൈക്ക് എ വെരി ഹാൻഡി ടൈപ്പ് ഓഫ് തിങ്. അധികം അവിടെ ഞാൻ മുമ്പ് കിച്ചണിന്റെ ഇത് പറഞ്ഞില്ല, അതുപോലെ തന്നെയാണ് ബാത്റൂമിന്റെ അവിടെ. നമ്മൾ ഷവർ ചെയ്യുന്നതിന്റെ ആ ഒരു ജനലിന്റെ അവിടെ ആയിട്ടായിരിക്കും ഞാൻ സാധനങ്ങളെല്ലാം, ഞാനും റൂംമേറ്റ് സാധനങ്ങളെല്ലാം വെക്കുന്നത്. സോ ദിസ് ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് എ ഗുഡ് ഓപ്ഷൻ. ഇത്രയൊന്നും അല്ല എന്റെ സാധനങ്ങളുണ്ട്. ഇതിനകത്ത് ഇതെല്ലാം കൊള്ളൂല, എന്നാലും ഇരിക്കട്ടെ. കൊള്ളുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കൊള്ളിപ്പിക്കാം, അല്ലാത്തതൊക്കെ നമുക്ക് തന്നെ വെക്കാം. നോ ഇഷ്യൂ. ദിസ് ഈസ് അഗൈൻ ഐ തിങ്ക് ഇതൊരു ഡ്രസ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ മെറ്റീരിയൽ ആണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ എത്ര പേർക്ക്, ഞാൻ പറയട്ടെ ഒരു കാര്യം, നിങ്ങൾ ടീമൂന്ന് മേടിക്കുമ്പോൾ ഡ്രസ് ഐറ്റംസ് അങ്ങനത്തെ എന്തെങ്കിലും മേടിക്കുമ്പോൾ ഇങ്ങനത്തെ കവർ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ഈ കവറിനോട് ഭയങ്കര ക്രേസ്. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാല് ഈ കവറിന്റെ കൂമ്പാരമായിട്ട് ഇങ്ങനത്തെ അല്ലെങ്കിൽ ലൈക്ക് എലഗന്റ് ടൈപ്പ് ഓഫ് കവേഴ്സ് അല്ലേ, എന്റെ പൊന്നോ, അത് മാത്രമേ കാണത്തുള്ളൂ എന്റെ വീട്ടില്. ലൈക്ക് ഇത് എപ്പോഴും ഉപയോഗപ്പെടുന്നതെന്നറിയോ, നമ്മൾ നാട്ടിൽ പോകുമ്പോ നമ്മൾ ചോക്ലേറ്റ്സ് ഇതൊക്കെ കൊണ്ടുപോകല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ചോക്ലേറ്റ്സ് എല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്യണം. നമ്മൾ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ 100 പേർക്ക് കൊടുക്കണമല്ലോ, അതാണല്ലോ അതിന്റെ മര്യാദ. അപ്പൊ ഞാന് ഈ കവറല്ല, ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ ഞാൻ അങ്ങനെ ചെയ്തേ. ഇത്രയും ഒരുപാട് കവേഴ്സ് എന്റെ കയ്യിലുണ്ടായിരുന്നു. ഇതെല്ലാം വാരി പറക്കിയെടുത്തോണ്ട് പോയി ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കവറിനകത്ത് ഇങ്ങനെ എല്ലാം ശരിയാക്കി ആൾക്കാർക്ക് കൊടുത്തു. കിട്ടുന്നവർക്ക് സുഖം, നമുക്ക് സുഖം, എന്തുകൊണ്ടും. ഇത് ഓക്കെ ഗൈസ്, ഇത് ഞാന് എന്റെ അനിയനെ മേടിച്ചൊരു ടർട്ടിൽ നെക്ക് പോലത്തെ, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ടർട്ടിൽ നെക്ക് വന്നില്ല കേട്ടോ. ഞാൻ ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ടർട്ടിൽ നെക്കാണ് ഞാൻ വിചാരിച്ചത്. ആ ഫോട്ടോ വയ്ക്കാത്ത അങ്ങനെ ആയിരുന്നു. ഗുഡ്. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇടിപ്പിച്ച് നോക്കാം ഗൈസ്. എനിക്ക് തോന്നുന്നു ഇത് അവന്റെ സൈസിന് ഓക്കെ ആണെന്ന് തോന്നുന്നു, അറിയില്ല, നോക്കാം. അവൻ ടർട്ടിൽ നെക്കിന്റെ പുറകിലാണ്. എനിക്ക് ടർട്ടിൽ നെക്ക് വേണം. ഒരു അവനൊരു ബ്ലാക്ക് കളർ ടീഷർട്ട് ടർട്ടിൽ നെക്ക് കിട്ടി. ഇവിടെ വന്നപ്പോ എന്നോട് ആദ്യം പറഞ്ഞാൽ എനിക്ക് ടർട്ടിൽ നെക്ക് ബ്ലാക്ക് ടീഷർട്ട് വേണം, അത് വേണം, ഇത് വേണം. അപ്പൊ അത് അതിന്റെ പുറകിലായിരുന്നു. അപ്പൊ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോ ഇത് കണ്ടു, വൈറ്റ് ടർട്ടിൽ നെക്ക് കൊള്ളായിരിക്കുമല്ലോ, അവന് ഇഷ്ടപ്പെടുമായിരിക്കും. ബ്ലാക്ക് എനിവേ ഉണ്ട്, അപ്പൊ ഒരു വൈറ്റും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്തതാ. സോ ഇത് വീണ്ടും കിച്ചണിന്റെ അത് സെയിം തന്നെ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഐഫോൺ എടുത്തു. ഐഫോൺ എടുത്തതിന്റെ കഥയൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. കാരണം ഞാന് ഐപാഡ് എടുത്തു. ഇവിടെ നമുക്ക് ക്ലാസ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്ക് ലാപ്ടോപ്പ് കൊണ്ടുവന്ന ലാപ്ടോപ്പിന് ഭയങ്കര ഭാരമാണ് ഗൈസ്. അത് കൂടാതെ ഈ ലാപ്ടോപ്പിന്റെ കൂടെ ചാർജർ, ഞാൻ നാട്ടിൽ നിന്നാണ് ലാപ്ടോപ്പ് മേടിച്ചത്. സോ സ്പെഷ്യലി നിങ്ങൾ നാട്ടിൽ നിന്ന് വരികയാണ്, ജർമ്മനി അല്ലെങ്കിൽ യൂറോപ്യൻ ഏതെങ്കിലും കൺട്രിയിലേക്ക് വരികയാണെങ്കിൽ എന്റെ ഒരു അഡ്വൈസ്,
നാട്ടിൽ നിന്ന് ലാപ്ടോപ്പ് ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത്, എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയന്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ മറ്റേ ഇതുണ്ടല്ലോ യൂണിവേഴ്സൽ അഡാപ്റ്ററും കൊണ്ടുവേണം വരാൻ. സോ യു വിൽ ഹാവ് ടു ടേക്ക് ഒരുപാട് കേബിൾസ് വേണം അത് യൂസ് ചെയ്യാൻ, യൂണിവേഴ്സൽ അഡാപ്റ്റർ. ഇതിന്റെ അത് മാത്രമല്ല ലാപ്ടോപ്പിലൊന്നും ചാർജ് നിൽക്കത്തില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ലാപ്ടോപ്പ് മേടിച്ചിട്ട് 2 വർഷം ഏതാണ്ടായുള്ളൂ. പിന്നെ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് കുറച്ചും കൂടി ലോങ് ബാറ്ററി ലൈഫ് ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്താണെന്നറിയില്ല, ആദ്യത്തെ ഒരു 6 മാസം നല്ല ഉഗ്രം ബാറ്ററി ആയിരുന്നു, അത് കഴിയുമ്പോഴേക്കും പോയി. അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ എപ്പോ ഉപയോഗിക്കണമെങ്കിലും ഒരു അരമണിക്കൂർ വിത്തൗട്ട് ചാർജിങ് ഇല്ലാതെ പോകും. അത് കഴിയുമ്പോഴേക്കും വീണ്ടും കുത്തിയിടണം. സോ ക്ലാസ്സിൽ പോയിട്ട് ഇത് എവിടെ ഞാൻ കുത്തിയിടുന്നത്, അത് യൂണിവേഴ്സൽ അഡാപ്റ്റർ കുത്തി, ഈ കേബിള് കുത്തി, അത്രയും നീളമുള്ള കേബിളൊന്നും ഈ ലാപ്ടോപ്പിനില്ല. അപ്പം ഈ ലാപ്ടോപ്പ് ഞാൻ കൊണ്ടുപോകാതിരിക്കാതെ ഫുൾ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആയിരുന്നു ഈ ആദ്യത്തെ വർഷം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഒരു ഐപാഡ് മേടിക്കുന്നത് എന്തുകൊണ്ടും ഒരു നല്ല ഡിസിഷനാണ്. ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാനാണെങ്കിലും ഞാൻ ഫോണിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, കാരണം ലാപ്ടോപ്പിൽ ഐ ഡോണ്ട് ഫൈൻഡ് ഇറ്റ് ലൈക്ക് എന്താ പറയാ, ലാപ്ടോപ്പിൽ അത്ര നല്ല എനിക്ക് പേഴ്സണലി ലാപ്ടോപ്പ് പഴങ്ങത്തില്ല ഗൈസ്, മനസ്സിലായോ? എനിക്ക് അതിന്റെ ഒരു സിസ്റ്റമാറ്റിക് തിങ്സ് ഒന്നും നോ ഐഡിയ ആയിട്ട് എന്നുള്ളൊരു കുട്ടിയാണ് ഞാൻ. അപ്പം എഡിറ്റിംഗ് എല്ലാം ഞാൻ മൊബൈലിൽ ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര സ്ട്രെയിൻ ആണ്. നമ്മൾ മൊബൈലിൽ ഇങ്ങനെ ഇത്ര ഇത് കുറച്ച് വരുമ്പോഴേക്കും, അതുകൊണ്ട് തന്നെ ഞാൻ മടി പിടിച്ചിരിക്കുകയായിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് ഐപാഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ സ്ക്രീൻ ആണല്ലോ, നമുക്ക് അതിനനുസരിച്ച് എഡിറ്റിംഗ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഐപാഡ് മേടിച്ചത്. സോ ദിസ് ഗായ് ഓവർ ദേർ, പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു ഐപാഡ് മേടിക്കുന്നത്. പുള്ളി എന്റെ മൊബൈൽ കണ്ടു, എന്റെ ഉണ്ടായിരുന്നത് റെഡ്മിയുടെ ഒരു ഫോണാണ്. ഇറ്റ്സ് ലൈക്ക് നല്ല ഫോണാണ് കേട്ടോ, നല്ല ക്യാമറ ക്വാളിറ്റി എല്ലാം നല്ലതായിരുന്നു. ദിസ് ഗായ് പുള്ളി ഇത് ഫോൺ കണ്ടിട്ട് പുള്ളി എന്നോട് ചോദിച്ചു ഐപാഡ് എടുക്കുന്നുണ്ടല്ലോ, ഒരു ഐഫോൺ കൂടെ എടുക്കുന്നുണ്ടോ, അപ്പം റേറ്റ് കുറഞ്ഞിരിക്കുമെന്നാണ്. ഞാൻ പറഞ്ഞു നോ, ഐപാഡ് എടുക്കുന്നത് തന്നെ ഒരു കിഡ്നി വിറ്റിട്ടോ, ഇനി എനിക്ക് മറ്റു കിഡ്നി കൂടെ വെക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഇല്ല വേണ്ട ചേട്ടാ, നോ താങ്ക്സ്, എനിക്ക് വേണ്ട, എനിക്ക് ഐപാഡ് മേടിക്കുന്നത് പോന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്നോട് പറഞ്ഞു ഓക്കെ ഈ ഐപാഡ് വിത്തിൻ ലൈക്ക് 3-4 ഡേയ്സിൽ കിട്ടും, ഓർഡർ ചെയ്തിട്ടുണ്ട് വരുമെന്ന് പറഞ്ഞു. ഓക്കെ. 2ാമത്തെ ദിവസം, ഈ ഓർഡർ ചെയ്തതിന്റെ 2ാമത്തെ ദിവസം ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ലാബ് ഉണ്ടായിരുന്നു. അതിന് പോയിട്ട് തിരിച്ചു വന്നതെങ്കിൽ ഞാൻ എന്തോ തമാശ പറഞ്ഞ് ഒരു കുട്ടീനോട് ഇങ്ങനെ തമാശ വന്ന് ചിരിച്ചുകൊണ്ട് വരികയായിരുന്നു. ടപ്പേന്ന് പറഞ്ഞ ഫോൺ താഴെ വീണു, പൊട്ടിയെന്ന് വെച്ചാൽ സ്ക്രീൻ പൊട്ടിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ആ നമ്മുടെ ഫോണിന്റെ മുകളിലത്തെ ഭാഗത്ത് ഒരു ഗ്രീൻ ലൈറ്റ് വന്നു. മുകളിലത്തെ എന്ന് വെച്ചാൽ നോച്ചുള്ള ആ ഭാഗത്ത് ഒരു ഗ്രീൻ ലൈറ്റ് വന്നു. ഒരു ഗ്രീൻ ലൈറ്റ് വന്നു. ഓക്കെ, ഇറ്റ്സ് നോട്ട് ബാഡ്. എനിക്ക് ഭയങ്കര ഇത്രയും നാളും എന്റെ ഫോണിൽ ടപ്പേന്ന് ഒരുപാട് പ്രാവശ്യം വീണിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഇത് ആദ്യത്തെ ടൈമാണ് ഇത്ര ഒച്ചത്തില്. കാരണം ആ വീഴ്ച കണ്ടപ്പോ എനിക്ക് മീൻസ് ആ ഒരു ഒച്ച ആയിട്ടപ്പോ എനിക്ക് മനസ്സിലായി, ഓ പണി കിട്ടി, അത് പോയി, ഇനി നോക്കണ്ട, ആ ഒരു ഫീലിംഗ് എനിക്ക് വന്നു. സോ എടുത്തു നോക്കിയപ്പോഴത്തേക്ക് ഒരു ഗ്രീൻ ലൈൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആവശ്യമില്ല, ഓക്കെ കുഴപ്പമില്ല, ഒരു ഗ്രീൻ ലൈൻ അല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഗ്രീൻ ലൈറ്റ് പെയ്യെ താഴെ വരാൻ തുടങ്ങി. താഴെ വന്ന് ലൈക്ക് ഓൾമോസ്റ്റ് ഇതിപ്പോ ഇത് ഫോണാണെങ്കിൽ ഇത്രയും ഭാഗം ബ്ലാക്ക് ആൻഡ് ഗ്രീൻ ആയി, ബ്ലാക്ക് ഗ്രീൻ ബ്ലൂ, യെസ് 3 കളേഴ്സ്, ബ്ലാക്ക് ഗ്രീൻ ബ്ലൂ പോലെ ഇതായി. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് ഇത്രയും നാള് ഫോൺ ഉപയോഗിച്ച് പരിചയം, നമുക്കറിയാലോ ഇവിടെ ഈ സാധനമായിരിക്കും ഉള്ളത്. അപ്പം ഞാൻ അങ്ങനെ ആ ഒരു ഊഹം വെച്ച് ഞാൻ ക്ലിക്ക് ചെയ്യും. ഒരു 4-5 ദിവസം ഞാൻ അത് ഉപയോഗിച്ചു. 5ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഫുൾ ബ്ലാക്ക് ആയി. അത് ഉപയോഗിക്കാനോ അത് തുറക്കാനോ ഒന്നും പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കാരണം ഇവിടെ സ്പെയർ ഫോണും ഇല്ല, അനിയന്റെ ഒരു ഫോണുള്ളൂ, എന്റെ ഫോണില്ല, എന്റെ ആ പാടുണ്ടായിരുന്ന ആ ഒരു ഫോൺ മാത്രം. പിന്നെ ഞാൻ എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചാൽ അവളുടെ ഫോൺ എടുത്തിട്ടാണ് ഒരാഴ്ച നീട്ടിക്കൊണ്ട് പോയത്. അപ്പോഴത്തേക്ക് എനിക്ക് എന്റെ ഐപാഡ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ പുള്ളിയോട് എന്ന് പറഞ്ഞിട്ട് എന്റെ ഫോൺ ഇങ്ങനെ പോയി, എനിക്ക് ഫോൺ വേണം, എനിവേ ഫോൺ എടുക്കുമല്ലേ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഐഫോൺ എടുക്കാം, എന്തിനാ വേറെ ഫോൺ എടുത്തിട്ട്, കാരണം അന്ന് പോലെ ആഗ്രഹിച്ച് നടക്കുന്നതാണ് ഒരു ഐഫോൺ. ഇങ്ങനെ ബാക്കിയുള്ളവരുടെ കയ്യിൽ ഇങ്ങനെ ഐഫോൺ ഒക്കെ ഇരിക്കുന്ന കാണുമ്പോഴേക്കും
പിള്ളേർ ഈസ് ലൈക്ക് ചേച്ചി ഇത്രയും നാളായിട്ട് വന്നിട്ട് എന്താ ഐഫോൺ എടുക്കണ്ടേ മോളെ അങ്ങനെയല്ല, ചേച്ചി മാത്രല്ല എന്നെക്കാട്ടും മൂത്തവരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറയും ഇപ്പൊ ഇത് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം മേടിച്ച ഫോണാണ് ഈ റെഡ്മി. പെട്ടെന്ന് അത് വേണ്ടാന്ന് വെക്കുന്ന എങ്ങനെ അത്ര പൈസ കൊടുത്ത് മേടിച്ചല്ലോ, അതുകൊണ്ട് ഇതിനൊരു എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മേടിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മേടിക്കാതിരിക്കാന്ന് പറഞ്ഞു. സോ അറ്റ് ലാസ്റ്റ് മേടിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ പുള്ളി വേണമെങ്കിൽ മര്യാദക്ക് ചോദിച്ചതല്ലേ ഐപാഡ് എടുത്തപ്പോ ഐഫോൺ വേണമെന്ന്. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനാ ചേട്ടാ, എനിക്ക് ദീർഘവീക്ഷണം ഇല്ലല്ലോ, നമുക്കറിയില്ലല്ലോ എന്താണ് നാളെ സംഭവിക്കുന്നത്. ചേട്ടൻ പറഞ്ഞു അന്ന് എടുത്തായിരുന്നെങ്കിൽ, അന്ന് എന്റെ വാക്ക് കേട്ട് എടുത്തിരുന്നെങ്കിൽ ഇത്ര പൈസ കൊടുക്കണമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യും, എന്റെ ജീവിതത്തിൽ എല്ലാം നടക്കുന്നത് തലകീഴായിട്ടാണ്. മനസ്സിലായോ? നമ്മൾ നേരെ പോണമെന്ന് വിചാരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അത് എനിക്കത് വലിയ കുത്തിരിയൊന്നുമില്ല, അങ്ങനെയൊക്കെ തന്നെയാ. അപ്പോൾ നമ്മളെവിടെ ഞാൻ കഥ പോയി സാധനം പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഐഫോൺ മേടിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ഫോൺ കേസ് വേണമെന്നുണ്ടായിരുന്നു. സോ ഇതാണ് ഞാൻ ഒരു ഫോൺ കേസ് മേടിച്ചത്, ഒരു ഫ്ലവേഴ്സ് അങ്ങനത്തെ. ഇട്ട് നോക്കിയിട്ട് പറയാം ഗൈസ് എങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഗുഡ്. എന്റേത് ഇരിക്കുന്നത് ഒരു ബ്ലാക്ക് ആപ്പിൾ ഫോണാണ്. സോ ഞാൻ വിചാരിച്ചപ്പോഴത്തേക്ക് ബ്ലാക്കിനകത്ത് ഈ ഡിസൈൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ലതായിരിക്കും. പിന്നെ പെണ്ണാണല്ലോ, ഫ്ലവേഴ്സിനോട് ഒരു കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം തോന്നുമല്ലോ, മനസ്സിലായോ? Then it's like okay, ഇതൊരു കാർപ്പറ്റ് ലൈക്ക് ഒരു ഫുഡ് ഇതിന്റെ പേരെന്തായിരുന്നു ഗൈസ്? ഇത് കാർപ്പറ്റ് അല്ല, ഇത് കാണുന്നുണ്ടോ? ലൈക്ക് നമ്മള് മലയാളത്തില് ചവിട്ടി എന്ന് പറയും, അതിന്റെ ഇംഗ്ലീഷിൽ എന്താ? എന്തെങ്കിലും ആവട്ടെ, അതായത് നിങ്ങൾക്ക് മനസ്സിലല്ലോ. ഇതാണ് ചവിട്ടി ഗൈസ്, ചവിട്ടി. അപ്പം ഇത് എനിക്ക് ബാത്റൂമിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. ഓൾറെഡി ബാത്റൂമിൽ ഒരെണ്ണം ഉണ്ട്, പക്ഷെ അതിന് ഈ ഒരു ഗ്രിപ്പ് ഐറ്റം ആയിട്ടില്ല, ഇങ്ങനെയില്ല. സോ അത് ജസ്റ്റ് തുണി കൈൻഡ് ഓഫ് ഇതാ, പക്ഷെ നല്ല മെറ്റീരിയൽ ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചതാ. അതിന് പറ്റിയ അവസ്ഥ ഇതാണ്, ഈ ഒരു ടൈപ്പ് അല്ല അത്. സോ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ മുകളിൽ സ്റ്റെപ്പ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. സോ അത് കാരണം ബാത്റൂമിന് കുറച്ച് അപകടമാണല്ലോ ഇങ്ങനത്തെ ഇത് മേടിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. അപ്പൊ ഇത് അതാണ്. ഇത് മറ്റേ ഇതെന്ന് പറഞ്ഞില്ലേ റോള്, നമ്മുടെ ടോയ്ലറ്റ് റോള് യൂസ് ചെയ്യുന്ന പോലെ കിച്ചൺ റോൾസിന് വേണ്ടി ഞാൻ എടുത്താണ്. സോ ഇത് നമ്മൾ കബോർഡിന്റെ അവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ ഇതാണ് ഇതിന്റെ ഒരു സ്റ്റിക്കർ ടൈപ്പ്. സോ ഇതിങ്ങനെ വെച്ചിട്ട് കോർത്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഇങ്ങനെ എടുക്കുക, കീറ. അത് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണ് നമ്മുടെ സ്പെഷ്യാലിറ്റി. ഈ കുഞ്ഞത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നല്ല രസമുണ്ടല്ലോ, ഇത് നല്ല രസമുണ്ടല്ലോ, ഇത് ആയിരിക്കട്ടെ. എല്ലാം കൂടി കൂടി ഒരു 100-150 യൂറോ ആവുന്നു മാത്രം. വളരെ സിമ്പിൾ. എന്താന്നറിയില്ല, നോക്കാം. ഓക്കേ, ഇതും ആ ഒരു അങ്ങനത്തെ ആക്സസറി പോലത്തെ ഒരു സംഭവമാണ്. ഇത് പക്ഷെ കിച്ചണിലാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഡിഷ് വാഷറിന് വേണ്ടിയുള്ളതാണ്. ഡിഷ് വാഷിംഗ് ലോഷൻ ഉണ്ടല്ലോ, ലോഷൻ, നമ്മുടെ സ്ക്രബ്ബർ അങ്ങനത്തിനൊക്കെ വേണ്ടി. ഇതെവിടെ വരുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ എവിടെയെങ്കിലും വരുമായിരിക്കും. നമുക്ക് നോക്കാം, നമുക്ക് ഫോട്ടോ ഉണ്ടല്ലോ, ഫോട്ടോ നോക്കി ഒട്ടിക്കും. സോ ഇതെനിക്ക് തോന്നുന്നു 1-2 യൂറോ ഏതാണ്ട് ആയതുള്ളൂ, ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഗുഡ്. I felt it so good. അതാണ് ഞാൻ മേടിച്ചത്. മമ്മി ഇത് കാണണ്ട, എന്നെ കുഞ്ഞു. ഇത് കൊള്ളാം ഗൈസ്, ഇത് കൊള്ളാം. ഇത് ഞാൻ ഡൗട്ട് അനുസരിച്ച് മേടിച്ചത്, നല്ലതായിരിക്കുമോ വരുന്നത്, ഇത് പോക്കായിരിക്കുമോ, എന്റെ പൈസ പോയോ എന്ന് വിചാരിച്ച് മേടിച്ച സാധനമാണിത്.
പക്ഷെ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഗുഡ്. ലൈക്ക് ഇതൊരു ടോപ്പ് പീസ് പോലത്തെ. So you can wear any shirt, like white or black or shirt ഇട്ടിട്ട് you can wear it on top of this. Aesthetic. അതെ, ഓക്കെ. അതിനുവേണ്ടി മേടിച്ച കുപ്പായമാണിത്. അതിനുവേണ്ടി മേടിച്ചതാണ് ഇത്. താങ്ക് യു. നെക്സ്റ്റ് ഒരുപാടുണ്ടല്ലേ. ഓക്കെ, ഇതെന്താന്ന് വെച്ചാൽ ഇതൊരു ഷർട്ടാണ് ഗൈസ്, കോളർ ഷർട്ട്. ഇതിന് കോളർ മാത്രമേ ഉള്ളൂ. നമ്മൾ സ്വെറ്റ് ഷർട്ട്സ് ഇടുമ്പോ ലൈക്ക് എസ്തെറ്റിക് ആയിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ കോളർ ഉള്ളതല്ലേ, പക്ഷെ നമുക്ക് അങ്ങനെ ബൾക്കി ആവാനോ ആഗ്രഹമില്ല. മനസ്സിലായോ? ഇങ്ങനെ വലിയൊരു ഷർട്ട് ഇട്ടിട്ട് അതിന്റെ പുറത്ത് പിന്നെ സ്വെറ്റ് ഷർട്ട് ഇട്ടിട്ട് ആവി എടുത്ത് പുഴുങ്ങാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ മേടിച്ചൊരു സംഭവമാണ് ഇത്. ഇതാകുമ്പോ ഇത് മാത്രമേ ആൾക്കാർ കാണത്തുള്ളൂ, അകത്തെന്തെന്ന് കാണില്ല. അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. ഐഡിയാസ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു. ഞാനൊന്നും ചെയ്തല്ല, ആൾക്കാർ ചെയ്തിട്ട് പോയതാണ്. എന്നാലും ഇതെവിടെ നിന്നാണ് മനുഷ്യ? ഹൈഡി സീറ്റ് എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. നമുക്ക് നോക്കാം. ഓക്കെ, ഇതും മറ്റേ ബാത്റൂം ആക്സസറി പോലത്തെയാണ്. ഇത് കാണാൻ പറ്റുന്നില്ല, ഇത് ഇങ്ങനത്തെ. സോ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേസേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റേസേഴ്സ് ആഫ്റ്റർ യൂസ് ഇങ്ങനെ ജസ്റ്റ് ക്ലിപ്പ് ഓൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ ലൈക്ക് ഹാങ് ചെയ്താൽ മതി. സോ ഒരു വെസ്റ്റ് അതിനുവേണ്ടി മേടിച്ചാണ് ഇത്. ഓക്കെ, ഇതൊരു പൈജാമ സെറ്റ് ആണ് ഗൈസ്. എനിക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. എനിക്കങ്ങനെ ഞാൻ വീട്ടിലിടാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ സാധനങ്ങൾ മേടിക്കാറില്ല. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു അങ്ങനെ മേടിക്കണം, കാരണം എന്റെ ഇല്ല. എന്റെ ആ പാടെല്ലാം ബോറ് സാധനങ്ങളുള്ളൂ. സോ ഐ വാട്ട് സം പൈജാമസ്. എങ്ങനെയുണ്ട്? ഇത് ട്രൗസേഴ്സ് മാത്രമല്ലേ. This is the next one. Ta-da-da. And the last but not the least. So 3 കിട്ടി. എനിക്ക് തോന്നുന്നു ഇതിന് 5 യൂറോയോ ആണെന്ന് തോന്നുന്നു. എനിവേ ഞാൻ ഇവിടെ എല്ലാം പിക്ചേഴ്സ് കൊടുക്കുന്നതായിരിക്കും, അതിന്റെ പ്രൈസ് ഉൾപ്പെടെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. You people can check it out. ഇതെന്താണ്? നിങ്ങളുടെ തനി കൊല്ലും. പക്ഷെ എന്നാലും ഞാൻ പറയട്ടെ, ഇതും ബാത്റൂമിന് വേണ്ടിയുള്ള തന്നെയാണ്. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞത്? ഇതാണ് സംഭവം. ഞാനിതെടുത്ത് കാണിക്കാം. സോ ബേസിക്കലി ഇറ്റ്സ് ലൈക്ക് ഇങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതിന്റെ നിങ്ങൾക്ക് നമ്മള് ദേഹം തേക്കാൻ ഉപയോഗിക്കുന്ന സാധനമില്ല, ലോഫ് എന്ന് തന്നെയാണോ അതിന്റെ പേര്? അറിഞ്ഞൂടാ ഗൈസ്. ദേഹം തേക്കാൻ ഉപയോഗിക്കുന്ന സാധനം. സോ അത് നമുക്ക് ഹാങ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ബാത്റൂമിന് വേണ്ടിയാ. കൊച്ചിന് വട്ടാണോ?
ഇതൊരു ബെൽറ്റ് ആണ്, സ്മോൾ ബെൽറ്റ്. സ്മോൾ ബെൽറ്റ് നമ്മള് മറ്റേ ഇത് മറ്റേ നമ്മള് ലോങ് ഡ്രസ്സസ് അല്ലെങ്കിൽ ജസ്റ്റ് ലൈക് ഡ്രസ് പോലത്തെ ഐറ്റംസ് ഇടത്തില്ലേ, ആ സമയം നമുക്കിങ്ങനെ ബെൽറ്റ് ചെയ്യാൻ എസ്തറ്റിക്, വീണ്ടും എസ്തറ്റിക് ഇങ്ങനെ അതിന് മേടിച്ചാണ് ഞാൻ. ലൈക്ക് ഞാൻ കുറെ നാളും കൊണ്ട് നോക്കി നടക്കാതെ ഇങ്ങനത്തെ ചെറിയ ബെൽറ്റ് ഇങ്ങനെ ഓവർ ആവാതെ കിട്ടി. സമാധാനം. Here comes the next one. ഇതൊരു പാന്റാണ് കേട്ടോ. ഈ പാന്റിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ഞാൻ ഇത് വെളിയിലിടണോ അതോ വീട്ടിലിടണോ എന്ന് ചിന്തിക്കുന്നത്. സോ ബേസിക്കലി നമുക്കിത് വീട്ടിലിടാം ഗൈസ്. ഇത് നല്ല ട്രാൻസ്പെറന്റ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നല്ല ട്രാൻസ്പെറന്റ്. സോ നമുക്കിത് വീട്ടിലിടാം. ഓക്കെ, കവളിക്കപ്പെട്ടു. I got cheated on. അത് മതി. നമുക്ക് ഇംഗ്ലീഷിൽ അറിയാവുന്നത് ഇംഗ്ലീഷിൽ പറയണം, മലയാളത്തിൽ അറിയാവുന്ന മലയാളത്തിൽ പറയണം. നമ്മളെ ഗ്രാമറും അയ്യോ ഇംഗ്ലീഷ് മലയാളം എന്ന് ചിന്തിക്കണം. അറിയാവുന്ന 10 കിട്ടേക്കാം. അത് കുറച്ച് പെട്ടെന്നായിരുന്നോ ശരിയാണല്ലോ. ഞാൻ വേറൊരു കാര്യം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്, പക്ഷെ അത് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പം അത് ഒരു ലൈക്ക് എന്താ പറയാ, ഒരു കബോർഡ് അല്ല, ഓപ്പൺ ആയിട്ടുള്ള ഇതാണ്, ട്രീൽ പോലത്തെ ഒരു സാധനം. സോ അത് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഇതും കൂടി ഞാൻ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ലൈക്ക് അപ്പൊ അതും കൂടെ, അപ്പൊ ഞാൻ ഇവിടെ വീഡിയോ എൻഡ് ചെയ്യുന്നില്ല, അതും കൂടി കണ്ടിട്ട് നമുക്ക് അവിടെ വീഡിയോ എൻഡ് ചെയ്യാം. അടുത്ത സാധനം വരുന്നവര് ഇങ്ങനൊന്നുമല്ല. ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് മുറിക്കാം, അതാകുമ്പോ നമുക്കും കുഴപ്പമില്ല. സോ ഗൈസ്, ഇനി കാണാൻ പോകുന്നതാണ് ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ മേടിച്ച സാധനങ്ങള്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കല്ലേ.